ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആണുങ്ങളിൽ വളരെ കോമൺ ആയി കാണുന്ന BPH കുറിച്ചാണ്. ഭയപ്പെടാതെ BPH എങ്ങനെ നമ്മൾക്ക് ഈസിയായി മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചും ശരിയായ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നതിനും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ഡോക്ടർ അരവിന്ദ് എസ് ഗണപത്, യൂറോളജിസ്റ്റ്, GG ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. സർ, എന്തൊക്കെയാണ് BPH അല്ലെങ്കിൽ എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റിന്റെ സിംറ്റംസ്? അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? BPH അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് വീക്കം, ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആണുങ്ങളിൽ ഉണ്ടാവുന്ന ടെസ്റ്റോസ്റ്ററോൺ, അതായത് മെയിൽ സെക്സ് ഹോർമോണിന്റെ ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന ഈ വീക്കമാണ്. അപ്പോൾ നമ്മുടെ ഈ മൂത്രനാളി, അതായത് നമ്മുടെ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തോട്ട് പോകുന്ന ട്യൂബ്, അതിന് ചുറ്റുമാണ് ഗ്രന്ഥി ഇരിക്കുന്നത്. ഇതിന് വീക്കം വരുമ്പോഴേക്കും ഈ മൂത്രനാളിയിൽ ഒരു കംപ്രഷൻ വരും. മൂത്രം ഒഴിക്കാനുള്ള പ്രയാസങ്ങളാണ് ഇത് കാരണം ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും: ഒബ്സ്ട്രക്റ്റീവ് സിംറ്റംസും ഇറിറ്റേറ്റീവ് സിംറ്റംസും. അതായത് മൂത്രം ഒഴിക്കാനുള്ള താമസം, മൂത്രം ഒഴിക്കാനായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, രാത്രി കാലങ്ങളിൽ കൂടുതൽ പ്രാവശ്യം ഒഴിച്ച് മൂത്രം ഒഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരിക. ഇതൊക്കെയാണ് ഇതിന്റെ ഈ രോഗലക്ഷണം. ഡോക്ടർ, BPHും പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഒന്ന് തന്നെയാണോ? അല്ല, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന്റെ രോഗലക്ഷണങ്ങൾ ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. പക്ഷെ ഈ BPH എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറും രണ്ടും വേറെ വേറെ എൻറ്റിറ്റീസ് ആണ്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേറൊരു സ്ഥലത്ത് ഉണ്ടാകുന്ന ക്യാൻസർ പോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ്. പക്ഷേ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്ന് പറഞ്ഞാൽ ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു വീക്കം മാത്രമാണ്. പ്രോസ്റ്റേറ്റിന്റെ വീക്കം ആസ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാകുന്ന അസുഖമല്ല. അതിനകത്ത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സും ഹോർമോണൽ ഫാക്ടേഴ്സും ആണ് കൂടുതലായിട്ട് ഉള്ളത്. പക്ഷേ ഇതിന്റെ കോംപ്ലിക്കേഷൻസും ഇതിന്റെ അസോസിയേറ്റഡ് കണ്ടീഷൻസും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു പ്രോസ്റ്റേറ്റിന് വീക്കം കൂടെ ഉള്ള ഒരാളാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് വരാം. ഡോക്ടർ, എങ്ങനെയാണ് BPH നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യുന്നത്? ഈ BPH നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ്. കാരണം ഈ മൂത്രമൊഴിക്കാനുള്ള പ്രയാസം അല്ലെങ്കിൽ മൂത്രം പിടിച്ചു നിർത്താനുള്ള പ്രയാസം ഒരാളുടെ കോൺഫിഡൻസിനെയും ജോലിയെ തന്നെ ബാധിക്കാന്നുള്ള ഈ കാര്യങ്ങളാണ്. ഈവൻ ഒരു ബസ്സിൽ കോൺഫിഡന്റ് ആയിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടാകണമെന്നില്ല. കാരണം ഇടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരുന്നുള്ള ഒരു ഫീൽ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു വാഷ്റൂം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു ബാക്ക് ഓഫ് ദ മൈൻഡിൽ വാഷ്റൂം കണ്ടുപിടിക്കാനുള്ള ഒരു ഫീലിംഗ്, ഇതൊക്കെ എപ്പോഴും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ എപ്പോഴും ഈ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം ഇത് നമ്മുടെ സെക്ഷൽ ലൈഫിനെയും ഈ ബാധിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ്. ഡോക്ടർ, BPHന്റെ ശരിയായ ട്രീറ്റ്മെന്റ് നൽകാതിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതിനെ ട്രീറ്റ് ചെയ്യാതെ വിടുകയാണെങ്കിൽ ഇത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതായത് മൂത്രനാളിനെ കംപ്രസ് ചെയ്യുന്നതോടുകൂടി മൂത്രം ഒട്ടും പോവാതാവുകയും, അതായത് യൂറിനറി റിട്ടൻഷൻ വരും. അതൊന്ന്. ഇല്ലെങ്കിൽ മൂത്രം നമ്മുടെ മൂത്രസഞ്ചിയിൽ കെട്ടി നിന്നിട്ട് അതിൽ കല്ലുകൾ വരികയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ വരികയോ ചെയ്യാം. പിന്നെ യൂറിൻ പുറത്ത് പോകാത്തുള്ള സിറ്റുവേഷൻ വേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയിലോട്ട് ബാക്ക് പ്രഷർ പോയിട്ട് കിഡ്നി ഫെയിലറിലോട്ട് പോകാം. ഈ വീക്കമുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഈ ബ്ലഡ് സപ്ലൈ കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അത് കാരണം നമ്മുടെ മൂത്രത്തിൽ കൂടെ ഈ ബ്ലഡിന്റെ അംശവും ഈ പോകാനായിട്ടുള്ള ഈ സാധ്യതകളുണ്ട്. ഡോക്ടർ, BPHന് സർജറി മാത്രമാണോ ഒരേ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ? ഒരിക്കലും അല്ല. നമ്മളിപ്പം ഈ ക്ലിനിക്കിൽ കാണുന്ന പേഷ്യൻസിൽ ഒരു 95% പേഷ്യൻസും മെഡിക്കൽ മാനേജ്മെന്റിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സർജറി ചെയ്യാനായിട്ട് സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ മാനേജ്മെന്റ് ആണ്. കാരണം ഇതിന് വളരെ ഫലപ്രദമായ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ ടാബ്ലറ്റ് എടുത്തിട്ടും സിംറ്റംസ് മാറാത്ത പേഷ്യൻസ്, അല്ലെങ്കിൽ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസ്, അതായത് ഈ മൂത്രം കെട്ടി നിൽക്കുന്നു, മൂത്രം ഒഴിഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ ഇത് കാരണം മൂത്രസഞ്ചിയിൽ കല്ല് വരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നു, അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടെ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവുന്നു, കിഡ്നി ഫെയിലർ വരുന്നു, ഇങ്ങനത്തെ പേഷ്യൻസിനാണ് നമ്മൾ സർജറി ഓപ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ, BPHും പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഒന്ന് തന്നെയാണോ? അല്ല, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന്റെ രോഗലക്ഷണങ്ങൾ ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. പക്ഷെ ഈ BPH എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറും രണ്ടും വേറെ വേറെ എൻറ്റിറ്റീസ് ആണ്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേറൊരു സ്ഥലത്ത് ഉണ്ടാകുന്ന ക്യാൻസർ പോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ്. പക്ഷേ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്ന് പറഞ്ഞാൽ ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു വീക്കം മാത്രമാണ്. പ്രോസ്റ്റേറ്റിന്റെ വീക്കം ആസ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാകുന്ന അസുഖമല്ല. അതിനകത്ത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സും ഹോർമോണൽ ഫാക്ടേഴ്സും ആണ് കൂടുതലായിട്ട് ഉള്ളത്. പക്ഷേ ഇതിന്റെ കോംപ്ലിക്കേഷൻസും ഇതിന്റെ അസോസിയേറ്റഡ് കണ്ടീഷൻസും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു പ്രോസ്റ്റേറ്റിന് വീക്കം കൂടെ ഉള്ള ഒരാളാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് വരാം. സർ, എന്തൊക്കെയാണ് BPH അല്ലെങ്കിൽ എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റിന്റെ സിംറ്റംസ്? അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? BPH അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് വീക്കം, ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആണുങ്ങളിൽ ഉണ്ടാവുന്ന ടെസ്റ്റോസ്റ്ററോൺ, അതായത് മെയിൽ സെക്സ് ഹോർമോണിന്റെ ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന ഈ വീക്കമാണ്. അപ്പോൾ നമ്മുടെ ഈ മൂത്രനാളി, അതായത് നമ്മുടെ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തോട്ട് പോകുന്ന ട്യൂബ്, അതിന് ചുറ്റുമാണ് ഗ്രന്ഥി ഇരിക്കുന്നത്. ഇതിന് വീക്കം വരുമ്പോഴേക്കും ഈ മൂത്രനാളിയിൽ ഒരു കംപ്രഷൻ വരും. മൂത്രം ഒഴിക്കാനുള്ള പ്രയാസങ്ങളാണ് ഇത് കാരണം ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും: ഒബ്സ്ട്രക്റ്റീവ് സിംറ്റംസും ഇറിറ്റേറ്റീവ് സിംറ്റംസും. അതായത് മൂത്രം ഒഴിക്കാനുള്ള താമസം, മൂത്രം ഒഴിക്കാനായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, രാത്രി കാലങ്ങളിൽ കൂടുതൽ പ്രാവശ്യം ഒഴിച്ച് മൂത്രം ഒഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരിക. ഇതൊക്കെയാണ് ഇതിന്റെ ഈ രോഗലക്ഷണം. A public awareness initiative for prostate health.